ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്താണ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്താണ്, എങ്ങനെയാണ് ഡാറ്റ ഇൻഫോർമേഷൻ ആണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഇല്ലേ? ഡൗട്ട് എങ്ങാനുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തതായിട്ട് പുതിയൊരു ടോപ്പിക്കിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് ടീച്ചർ ഒരു കേസ് പറയും. ഓക്കെ, ആ കേസിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, അപ്പോൾ കേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അജിത് എന്ന് പറയുന്നത് ABC ലിമിറ്റഡിന്റെ ഒരു അക്കൗണ്ടന്റ് ആണ്. ഓക്കെ, അദ്ദേഹം അങ്ങനെ ABC ലിമിറ്റഡ് അക്കൗണ്ടന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ എന്താണ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ആണ് ഫോളോ ചെയ്തേക്കണത്. മാനുവൽ അക്കൗണ്ടിങ് അല്ല, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ആണ് അവിടെ യൂസ് ചെയ്യണത്. അങ്ങനെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം യൂസ് ചെയ്യണോണ്ട് തന്നെ അവരുടെ ഡാറ്റാസുകളൊക്കെ അക്യുറസി കൂടുകയും അതേപോലെ ട്രാൻസാക്ഷൻസ് ഡീൽ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഈസി ആവുകയും ചെയ്തു. അറ്റ് ദ സെയിം ടൈം ഒരു ഹാക്കിംഗ് കാരണം അവർക്ക് എന്തുണ്ടായി, ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡാറ്റ ലോസ് ഉണ്ടായി. ഈ ഒരു കേസിൽ നിന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഏത് സവിശേഷതയാണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണ്? അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പൊ നമുക്ക് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്താ നോക്കി നോക്കാം. റെഡി അല്ലേ? ഓക്കെ, അപ്പോ ഞാൻ ടീച്ചർ അതിനായിട്ട് ക്ലാസ്സിന് 2 ഗ്രൂപ്പ് ആക്കുവാണ്. ഈ സൈഡുകാര് എ ഗ്രൂപ്പുകാര്, ഈ സൈഡുകാര് ബി ഗ്രൂപ്പുകാര്. അപ്പൊ എ ഗ്രൂപ്പുകാര് എന്ത് ചെയ്യണം? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ബി ഗ്രൂപ്പുകാർ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ ഡിസഡ്വാൻറ്റേജസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. റെഡി അല്ലേ? ടീച്ചർ 5 മിനിറ്റ് സമയം തരാം, നിങ്ങൾ വേഗം ആക്ടിവിറ്റി ചെയ്യൂ കേട്ടോ. ഓക്കെ, ഓക്കെ, റെഡി ആയോ? അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് കിട്ടിയോ? വെരി ഗുഡ്. അപ്പോ അഡ്വാൻറ്റേജസ് പറഞ്ഞേ, എ ഗ്രൂപ്പുകാർ പറഞ്ഞേ, ഏതൊക്കെയാണ് അഡ്വാൻറ്റേജസ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്? സ്പീഡ് ആൻഡ് ആക്യുറസി. വെരി ഗുഡ്. ഓക്കെ, സ്പീഡ് ആൻഡ് ആക്യുറസി. പിന്നെന്താണ് അഡ്വാൻറ്റേജസ് ഉള്ളത്? ലോ കോസ്റ്റ്. വെരി ഗുഡ്. പിന്നെന്താ അഡ്വാൻറ്റേജസ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്? ഓട്ടോമാറ്റിക് ജനറേഷൻ ഓഫ് റെക്കോർഡ്സ്. വെരി ഗുഡ്. സ്റ്റഡിയിൽ ഏതാവേ? റെക്കോർഡ്സുകൾ എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നു. വെരി ഗുഡ്. 3 പോയിന്റ്സ് കറക്റ്റ് ആണ്. ഇനി നിങ്ങൾ പറഞ്ഞേ, എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? ഹ്യൂജ് കോസ്റ്റ്. വെരി ഗുഡ്. പിന്നെന്താണ്? ഡാറ്റ ലോസ്. വെരി ഗുഡ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ ഡാറ്റ ലോസിനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പിന്നെന്താണ്? പിന്നെന്താ ഡിസഡ്വാൻറ്റേജസ് ആണ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്? എന്താണ്? ലാക്ക് ഓഫ് ട്രെയിൻഡ് പേഴ്സൺസ്. ഓക്കെ, ഇതൊക്കെയാണ് തന്നെയാണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. എന്നാലും ടീച്ചർ കുറച്ചും കൂടി പോയിന്റ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു PPT ഷെയർ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ആ PPT നോക്കൂ. ഏതൊക്കെയാണ് അഡ്വാൻറ്റേജസ്, ഏതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ,
അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. സ്പീഡ് ആൻഡ് ആക്യുറസി, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും അല്ലെങ്കിൽ റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് എന്ന് പറയുന്നത് സ്പീഡായിരിക്കും. അതേസമയം ആക്യുറസി കൂടുതലായിരിക്കും. അപ്പോൾ സ്പീഡ് ആൻഡ് ആക്യുറസി വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ്. ഇനി അടുത്ത് നോക്കിയേ, ലോ കോസ്റ്റ് ഓഫ് പാക്കേജസ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ കുറേ പാക്കേജുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ടാലി, പീച്ച് ട്രീ, അത്തരം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പാക്കേജുകൾ യൂസ് ചെയ്യുന്നത് പറയുന്നത് ലോ കോസ്റ്റ് ആയിരിക്കും. അത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജസ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ. ഇനി എന്താണ് ഓട്ടോമാറ്റിക് പ്രൊഡ്യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട്. അതായത് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ടാണ് റിപ്പോർട്ട്സുകൾ, അക്കൗണ്ടിങ് റെക്കോർഡ്സുകൾ അല്ലെങ്കിൽ റിപ്പോർട്ട്സുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണത്. അത് നമുക്ക് ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് എഴുതാം. അടുത്തത് എന്താണ് റിഡൻഡൻറ്റ് ഡാറ്റ സ്റ്റോറേജ്. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം കമ്പ്യൂട്ടറിൽ ഹ്യൂജ് ആയിട്ടുള്ള ഹ്യൂജ് ഡാറ്റകൾ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അത് ഒരു അഡ്വാൻറ്റേജസ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ. പിന്നെന്താണ് ഇൻക്രീസ് ദ റവന്യൂ വൈ ലോവറിങ് ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. നമ്മൾ പഠിച്ചു ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ അക്കൗണ്ടിങ് പാക്കേജുകൾ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ലോ കോസ്റ്റ് ആയിരിക്കും. അതേപോലെ അതിൻ്റെ റിപ്പോർട്ട്സുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റിപ്പോർട്ടുകൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആക്യുറസി കൂടുതലാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു അഡ്വാൻറ്റേജസ് ആയിട്ട്. ഇങ്ങനെ ആക്യുറസി കൂടുതലാണ്, ലോ കോസ്റ്റ് പാക്കേജുകൾ കിട്ടുകയാണ്. അതേപോലെ ഓട്ടോമാറ്റിക്കലി റിപ്പോർട്ട്സുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയും. അങ്ങനെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറഞ്ഞ് എന്ത് കൂടും, റവന്യൂ കൂടും. അതുതന്നെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആയിട്ട് എഴുതാൻ പറ്റുന്നത്. അടുത്ത എന്താണ് എഫിഷ്യൻറ്റ് റെക്കോർഡ് കീപ്പിംഗ്. ഓട്ടോമാറ്റിക് പ്രൊഡ്യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് എന്നതിൻ്റെ വേറൊരു ഫോം തന്നെയാണ് എഫിഷ്യൻ്റ് ആയിട്ട് റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അപ്പോൾ അതും നമുക്കൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. അടുത്ത എന്താണ് ടൈംലി ജനറേഷൻ ഓഫ് റിപ്പോർട്ട് ആൻഡ് ഇൻഫർമേഷൻ. ഇങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും, സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ പഠിച്ചില്ലേ. അങ്ങനെ സ്പീഡായിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആക്യുറസി ആയിട്ട് സ്പീഡായിട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അവിടെ ടൈംലി റിപ്പോർട്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ടൈമായിട്ട് കറക്റ്റ് ടൈമിൽ ഇൻഫർമേഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയല്ലേ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇങ്ങനെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കും, ടൈംലി ജനറേഷൻ ഓഫ് റിപ്പോർട്ട്സ് ആൻഡ് ഇൻഫർമേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. അപ്പോൾ ഏതൊക്കെയാണ് പഠിച്ചത്, സ്പീഡ് ആൻഡ് ആക്യുറസി, ലോ കോസ്റ്റ് ഓഫ് പാക്കേജ്, ഓട്ടോമാറ്റിക് പ്രൊഡ്യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട്, റിഡൻഡൻറ്റ് ഡാറ്റ സ്റ്റോറേജ്, ഇൻക്രീസ് ദ റവന്യൂ വൈൽ ലോവറിംഗ് ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, എഫിഷ്യൻറ്റ് റെക്കോർഡ് കീപ്പിംഗ്, ടൈംലി ജനറേഷൻ ഓഫ് റിപ്പോർട്ട് ആൻഡ് ഇൻഫർമേഷൻ. മനസ്സിലായോ? അഡ്വാൻറ്റേജസ് മനസ്സിലായില്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്. അപ്പോൾ ഏതൊക്കെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഹ്യൂജ് ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ്. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, ഇംപ്ലിമെൻറ്റേഷൻ ലോവർ കോസ്റ്റ് കുറവാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ പറയേണ്ടത് ഹ്യൂജ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ് ആയിരിക്കണം. ഓക്കെ, പിന്നെന്താണ് ഫാസ്റ്റ് ഒബ്സോളൻസ് ഓഫ് ടെക്നോളജി. ഫാസ്റ്റ് ഒബ്സോളൻസ് ഓഫ് ടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഒരു 10 വർഷം മുന്നേ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 വർഷം മുന്നേ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി അല്ല ഇപ്പോൾ യൂസ് ചെയ്യണത്. ഹ്യൂജ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നത്, ഒബ്സോളൻസ് ഓഫ് ടെക്നോളജിയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ പെട്ടെന്ന് ഒബ്സോളൻസ് ഓഫ് ടെക്നോളജി ഉണ്ടാകുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എന്തായിരിക്കും, അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല. അതായത് ഇന്ന് നമ്മൾ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക, കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് ഒബ്സോളൻസ് ആയിട്ടുണ്ടാകും, അതല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് സിസ്റ്റത്തിൽ മാറ്റം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഒബ്സോളൻസ് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അടുത്ത എന്താണ് ഡാറ്റ മേ ലോസ് ഡ്യൂ ടു പവർ ഫെയിലിയർ. അതായത് നമുക്ക് പവർ ഫെയിലിയർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ ലോസ് ചെയ്യാനുള്ള ചാൻസ് അവിടെ കൂടുതലായിരിക്കും.
അടുത്തെന്താണ്? റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. അതായത് ഇപ്പോൾ മാനുവൽ സിസ്റ്റത്തിൽ നിന്ന് പെട്ടെന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ ചില സമയങ്ങളിൽ ഒരു എംപ്ലോയീസിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് തന്നെയാണ്. പിന്നെന്താണ്? ഹാക്കിംഗ്. നമുക്കറിയാം, ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സെക്യൂരിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അത്തരം ഹാക്കിങ്ങുകൾ കാരണം അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരു എന്താണ് പറയണത്, ഒരു ബ്ലഡായിട്ടാണ് കൺസിഡർ ചെയ്യണത്, ബിസിനസ്സിൻ്റെ ബ്ലഡായിട്ടാണ് കൺസിഡർ ചെയ്യണത്. അപ്പോൾ അത്ര അക്കൗണ്ടിങ് ഡാറ്റാസുകൾ ലോസ് ആവുക എന്ന് പറയണത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെയിലിയർ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യണത്. അപ്പോൾ ഹാക്കിംഗ് എന്ന് പറയണത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. പിന്നെ എന്താണ്? ടൈം കൺസ്യൂമിങ്. അതായത് ഇത് ഈ അറിയാത്ത ആൾക്കാർ ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് ഹ്യൂജ് ആയിട്ടുള്ള ടൈം ആവശ്യമായിട്ട് വരും. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് സം ടൈം കൺസ്യൂമിങ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് ടൈം കൺസ്യൂമിങ്ങിനെ പറയാം. അടുത്ത എന്താണ്? ട്രെയിനിങ് കോസ്റ്റ്. അറിയാത്ത എംപ്ലോയീസിനെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം യൂസ് ചെയ്യാൻ അറിയാത്ത, ഇത്തരം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് എന്ത് ചെയ്യണം? ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അത്തരത്തിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഹ്യൂജ് ആയിട്ടുള്ള കോസ്റ്റിന് കാരണമാക്കുന്നു. അപ്പോൾ ട്രെയിനിങ് കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് തന്നെ പറയാം. അപ്പോൾ ഏതൊക്കെയാണ് പഠിച്ചത്? ഹ്യൂജ് ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ്, ഫാസ്റ്റ് ഒബ്സോളൻസ് ഓഫ് ടെക്നോളജി, ഡാറ്റ മേ ലോസ് ഡ്യൂ ടു പവർ ഫെയിലിയർ, റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്, ഹാക്കിംഗ്, ടൈം കൺസ്യൂമിങ്, ട്രെയിനിങ് കോസ്റ്റ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ മനസ്സിലായില്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണ് എങ്കിൽ നിങ്ങളിപ്പോൾ കുറേ അഡ്വാൻറ്റേജസ് കണ്ടില്ലേ? ഈ അഡ്വാൻറ്റേജസിൽ നിന്ന് നിങ്ങൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് എന്താണ്? സ്പീഡ് ആൻഡ് അക്യുറസി. അതൊരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ ഫീച്ചർ ആണോ? അതെ. അപ്പൊ എന്താണ്? സ്പീഡ് ആൻഡ് അക്യുറസി ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ ഫീച്ചർ ആണ്. ഓക്കെ. പിന്നെന്താണ്? റിലയബിലിറ്റി. വെരി ഗുഡ്. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് മോർ റിലയബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. ഓക്കെ. അവിടെ അക്യുറസി കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ റിലയബിലിറ്റി ഉണ്ട്. വെരി ഗുഡ്. പിന്നെന്താ പറയൂ? ട്രാൻസ്പെറൻസി. അവിടെ ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കും. അതൊരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ ഫീച്ചർ ആണ്. ഓക്കെ. അപ്പോൾ ടീച്ചർ കുറച്ചും കൂടി ഫീച്ചേഴ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് എന്നൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അതിനായിട്ട് ടീച്ചർ ഒരു PPT ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കൂ. ഓക്കെ. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഫസ്റ്റത്തെ ഫീച്ചർ എന്താണ്? ആക്യുറസി ആൻഡ് സ്പീഡ്. നമ്മളിപ്പോൾ തന്നെ പഠിച്ചേ ഉള്ളൂ ആക്യുറസി ആൻഡ് സ്പീഡ് എന്താണെന്ന്. ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റാസുകൾ ആക്യുറേറ്റ് ആയിട്ട് ട്രാൻസാക്ഷൻസുകൾ എൻ്റർ ചെയ്യുകയും റിപ്പോർട്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതേസമയം എന്തായിരിക്കും? അത് ഫാസ്റ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ സ്പീഡായിട്ടായിരിക്കും ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുകയും റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്യുന്നതും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഫസ്റ്റത്തെ അപ്പോൾ ഫീച്ചർ എന്താണ്? ആക്യുറസി ആൻഡ് സ്പീഡ്. സെക്കൻഡ് ഫീച്ചർ എന്താണ്? ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. അതായത് റിപ്പോർട്ട്സുകൾ റിയൽ ടൈം ആയിട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഓർഗനൈസേഷൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് എന്ന രീതിയിൽ അവർക്ക് ക്വിക്കായിട്ട് ഡിസിഷൻസുകൾ എടുക്കാൻ പറ്റും. അതൊരു ഫീച്ചറായിട്ടാണ് കൺസിഡർ ചെയ്യണത്. മനസ്സിലായില്ലേ? അപ്പോൾ ആക്യുറസി ആൻഡ് സ്പീഡ്, അതേപോലെ എന്താണ്? ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. പിന്നെന്താണ്? റിലയബിലിറ്റി എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും? ഇൻഫോർമേഷൻസുകൾ ആക്യുറേറ്റും അതേപോലെ കൺട്രോൾഡ് ആയിരിക്കും. ഒപ്പം തന്നെ സേഫ് ഫ്രം ഡാറ്റ കറപ്ഷനിൽ നിന്നും സേഫ് ആയിട്ടും, അതായത് കറപ്ഷൻ ഇല്ലാത്ത ഡാറ്റാസുകളായിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് മേക്ക് ഷുവർ ദാറ്റ് ദ ക്രിട്ടിക്കൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഈസ് ആക്യുറേറ്റ്, കൺട്രോൾഡ് ആൻഡ് സേഫ് ഫ്രം ഡാറ്റ കറപ്ഷൻ. ഓക്കെ. ഇനി എന്താണ്? ഫോർ ഇംപ്രൂവ് ദ ബിസിനസ് പെർഫോമൻസ്. അപ്പോൾ ഒരു ബിസിനസ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇൻവെൻറ്ററി പർച്ചേസ് ചെയ്യണത് മുതൽ
ഒരു ഗുഡ്സ് വിൽക്കണത് വരെ, അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് കീഴിൽ വരുന്ന എല്ലാ ഫങ്ഷൻസുകളും, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സുകളും, എല്ലാ അക്കൗണ്ടിങ് റെക്കോർഡ്സുകളും, എല്ലാ ട്രാൻസാക്ഷൻസുകളും ഒക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഒക്കെ എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ബിസിനസ്സിൻ്റെ പെർഫോമൻസുകളെ ഇമ്പ്രൂവ് ചെയ്യുകയും അതിൻ്റെ ഗ്രോത്തിനെയും അതിൻ്റെ സെയിൽസിനെയും അതിൻ്റെ പ്രോഫിറ്റിനെയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അതേസമയം കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ ബിസിനസ് പെർഫോമൻസുകൾ മൊത്തമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. റിലയബിലിറ്റി ആൻഡ് ഫോർ ഇംപ്രൂവ് ദ ബിസിനസ് പെർഫോമൻസ്. അടുത്ത് നോക്കാം, സ്കെയിലബിലിറ്റി. സ്കെയിലബിലിറ്റി എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം അഡാപ്റ്റ് ടു ദ കറൻറ്റ് ആൻഡ് ഫ്യൂച്ചർ നീഡ് ഓഫ് ദ ബിസിനസ് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് സൈസ് ആൻഡ് സ്റ്റൈൽ. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് നീഡ്സുകളെയും ഫ്യൂച്ചർ നീഡ്സുകളെയും അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം അഡാപ്റ്റ് ടു ദ കറൻറ്റ് ആൻഡ് ഫ്യൂച്ചർ നീഡ് ഓഫ് ദ ബിസിനസ് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് സൈസ് ആൻഡ് സ്റ്റൈൽ. എന്തിനെ കൺസിഡർ ചെയ്യാതെ, അതിൻ്റെ സൈസ് ഏത് തരത്തിലുള്ള ഓർഗനൈസേഷനാണോ അല്ലെങ്കിൽ ഏത് സ്റ്റൈലുള്ള ഓർഗനൈസേഷനാണോ എന്ന രീതിയിലൊന്നും കൺസിഡർ ചെയ്യാതെ അതിനെ ഫ്യൂച്ചറിനെയും കറണ്ടിനെയും ഫ്യൂച്ചറിനെയും അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ട്രാൻസ്പെറൻസി ആൻഡ് കൺട്രോൾ. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവിടെ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഇൻഫോർമേഷൻസുകൾ അസസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയണത്. ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ കുറേ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്തുണ്ടായിരിക്കണം, അവർക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ കിട്ടണം. അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യണു എന്നാണ് പറയണത്. എന്താണ്, ഒന്നുകൂടി നോക്കാം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ടൈം ടു പ്ലാൻ, ഇൻക്രീസ് ദ ഡാറ്റ accessibility and enhance the user satisfaction. With the computerized accounting system, the organization will have great transparency for day-to-day business operation and access to the vital informations. Informations access ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ അവിടെ ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻസുകൾ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഒരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ഫസ്റ്റ് പറഞ്ഞത്, എന്താണ്, ആക്യുറസി ആൻഡ് സ്പീഡ്, പിന്നെന്താണ്, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. അങ്ങനെ വരുമ്പോൾ റിലയബിലിറ്റി കൂടുന്നു, ഫോർ ഇംപ്രൂവ് ദ ബിസിനസ് പെർഫോമൻസ്, സ്കെയിലബിലിറ്റി, ട്രാൻസ്പെറൻസി ആൻഡ് കൺട്രോൾ. ഇത്രയും ഫീച്ചേഴ്സാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന് ഉണ്ടാവുക. നിങ്ങളിത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതേപോലെ ഫീച്ചേഴ്സ് മനസ്സിലായി ഇല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇനി അടുത്തായിട്ട് ഒരു കുഞ്ഞ് ആക്ടിവിറ്റി തരാം. ആക്ടിവിറ്റി ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് ആക്ടിവിറ്റിയാണ്. ഭയങ്കര എളുപ്പമാണ്. അപ്പം നിങ്ങളൊന്നും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ, അപ്പോൾ ടീച്ചർ ഇപ്പോൾ ഒരു PPT ഷെയർ ചെയ്യാം. നിങ്ങൾ ആൻസർ പറഞ്ഞ അനുസരിച്ചിട്ട് ടീച്ചർ അതിന് മാച്ച് ചെയ്യും. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ മാച്ച് ദ ഫോളോയിങ് ചെയ്യാം. സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് ഇതിന് ഏതിന് മാച്ചാണ്? സേഫ് ഫ്രം ഡാറ്റ കറപ്ഷൻ, റിപ്പോർട്ട് പ്രിപ്പയർഡ് at the press button, limitation of computerized accounting system and adapt for current and future need of the business. ഏതാണ്? adapt for current and future need of the business. നോക്കട്ടെ, കറക്റ്റ് ആൻസർ ആണ്. സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം അഡാപ്റ്റ് ടു ദ കറണ്ട് ആൻഡ് ഫ്യൂച്ചർ നീഡ് ഓഫ് ദ ബിസിനസ് ഇറസ്പെക്റ്റീവ് ഓഫ് സൈസ് ആൻഡ് ഇറ്റ്സ് സ്റ്റൈൽ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്കെയിലബിലിറ്റി എന്തിനാണ്? അഡാപ്റ്റ് ഫോർ കറണ്ട് ആൻഡ് ഫ്യൂച്ചർ നീഡ് ഓഫ് ദ ബിസിനസ്. അടുത്ത എന്താണ്? റിലയബിലിറ്റി ഇതിന് ഏതാണ് മാച്ച്? നോക്കാം. ഓക്കെ, സേഫ് ഫ്രം ഡാറ്റ കറപ്ഷൻ. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ
അവിടെ എന്തായിരിക്കും? അവിടെ ആക്യുറസിയും അതേപോലെ കൺട്രോൾഡ് ആൻഡ് സേഫ് ഫ്രം ഡാറ്റ കറപ്ഷൻ എന്നാണ് പറയണത്. ഡാറ്റ കറപ്ഷനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ്, കറപ്ഷനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ് റിലയബിലിറ്റി കൊണ്ട് അർത്ഥമാക്കണത്. മനസ്സിലായില്ലേ? ഇനി അടുത്ത എന്താണ്? സ്പീഡ് എന്താണ്? റിപ്പോർട്ട് പ്രിപ്പയർഡ് അറ്റ് പ്രസ് ബട്ടൺ. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ റിപ്പോർട്ട്സുകളൊക്കെ ഒരു പ്രസ് ബട്ടൺ കൊണ്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സ്പീഡിന് ഏതാണ് മാച്ച്? റിപ്പോർട്ട് പ്രിപ്പയർഡ് അറ്റ് പ്രസ് ബട്ടൺ. ഇനി അടുത്ത എന്താണ്? ഹാക്കിംഗ് എന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻ ആണ്. അപ്പോൾ ഹാക്കിംഗ് എന്ന് പറയുന്നത് ലിമിറ്റേഷൻ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മാച്ച് ദ ഫോളോയിങ് മനസ്സിലായില്ലേ? എല്ലാവരും നല്ല കറക്റ്റായിട്ടാണ് ആൻസർ ചെയ്തത്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ടീച്ചറിന് ഒരു കുഞ്ഞ് ഹോംവർക്ക് തരട്ടെ. നാളെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഇല്ലേ, അതിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരില്ലേ? ഓക്കെ, അപ്പോൾ ഇതെന്തായാലും നന്നായി പഠിക്കണം, കാരണം എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണിത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു അവർ ഈ പീരീഡ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത പീരീഡിൽ നമുക്ക് കാണാം. താങ്ക് യു.